നമ്മൾ കളിക്കാൻ പോകുന്ന 99 ഡേയ്സ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ കാട്ട് സ്പോണായിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി മരം വെട്ടാം. ഈ മരം വെട്ടാൻ നല്ല പാടാണ്. അപ്പം നമ്മളെല്ലാം എടുത്തുകൊണ്ട് പോയി നമ്മൾ തീക്കകത്തിരുന്നു. നമ്മൾ ആദ്യമേ തന്നെ പെട്ടെന്ന് വയ്ക്കുമ്പോൾ കുട്ടിയെ രക്ഷിക്കാം. ഒരു സമയം കളയണ്ട. ആ സൈഡിലോട്ടാണ് കാണിക്കുക. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി നമുക്കൊരു ചെസ്റ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആവശ്യം വരും. നമുക്ക് ബാൻഡേജ് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ വലിയ ഉപയോഗമൊന്നുമില്ല. എന്നാൽ നമുക്ക് ചുമ്മാ എടുത്തേക്കാം. ആവശ്യം വരും. രാത്രിയാകാൻ പോകുന്നതെന്നുള്ള മെസ്സേജ് വന്നു. നമുക്ക് നമ്മുടെ റേഗൺ കൊണ്ട് ചുമ്മാ പിന്നെ വന്നേക്കാം. നമുക്ക് ബണ്ണി ഫുഡ് കിട്ടി. നമുക്ക് സ്റ്റോർ ചെയ്തേക്കാം. നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോവാം. ആ ഡിയർ നമ്മളിവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ദിവസം വേണ്ട ഒന്നും കടിക്കത്തില്ല. അതിൻ്റെ മൂട്ടിൽ പോയപ്പോഴും ഒന്നും കടിക്കത്തില്ല. അത് നമ്മളെ കണ്ട് ഓടിപ്പോവാണ്. പക്ഷെ ഇനി അടുത്ത ദിവസം തൊട്ട് നമ്മളെ പിടിക്കാൻ വരും. നമ്മൾ സൂക്ഷിച്ചിരിക്കണം. കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നു. നമ്മളീ പാവം മുയലിനൊക്കെ കൊല്ലാം. നമ്മൾ കൊന്നു. നമ്മളൊരു മാപ്പ് ഉണ്ടാക്കി നമുക്ക് ഇവിടെ എല്ലാം പ്ലേസ് ചെയ്യാം. രാത്രിയായി. നമുക്ക് ഇനി പോയി ആ കുട്ടിയെ കണ്ടുപിടിക്കാം. അത് ഏകദേശം ഈ വഴിയായിരുന്നു. നമ്മൾ ആ കുട്ടിയുടെ ആ സ്ഥലം കണ്ടുപിടിച്ചു. നമ്മുടെ റൈവൻ കൊണ്ട് നമ്മൾ അതിനെ തന്നെ കൊല്ലുവാണ്. നമ്മുടെ റൈഡൻ തീർന്നു പോയി. അവന്മാരെല്ലാത്തിനും പിടിച്ചു. നമ്മളപ്പം തിന്നേക്കാം. തിരിച്ച് ബേസിലോട്ട് പോവാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്നു മണ്ണി ഫുഡ് കൊടുത്ത് നമുക്ക് കുടിച്ചാക്ക് മേടിക്കാം. ആ പിള്ളേരെ അവൻ രക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും പോയി എക്സ്പ്ലോർ ചെയ്യാം മാപ്പ്. നമ്മൾ വഴി അടക്കുന്ന എല്ലാ ഐറ്റങ്ങളും എടുക്കുവാണ്. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗുഡ്സാക്ക് മേടിച്ചത്. ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ടോർച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സുരക്ഷിതമായ ജീവി കടിക്കാതെ നമുക്ക് രാത്രി ഇറങ്ങി നടക്കാം. ഇതിലോട്ട് കണ്ടിട്ടുണ്ട്. കുറേ ഫുഡുണ്ട്. നമുക്ക് തിന്നാം. നമുക്ക് ഈ തടിയെല്ലാം കൂടെ മെഷീനകത്തിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ബെഞ്ച് 2 മേടിക്കാം. അതിൽ നിന്ന് നമുക്ക് സൺഡയൽ മേടിക്കാം. പിന്നെ കോമ്പസും റെഗുലർ ബെഡും മേടിക്കാം. ഇതെല്ലാം നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് അടുത്ത പിള്ളേരെ രക്ഷിക്കാം. നമ്മൾ ചെസ്റ്റ് തുറന്നപ്പം നമുക്ക് ഗുഡ് ആക്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയും പോയ കുട്ടിയെ രക്ഷിക്കാം. ഒന്ന് വഴിയിൽ നല്ല ചെസ്റ്റ് ഉണ്ട്. എല്ലാം തുറക്കാം. വലിയ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടും. ഗുഡ്സാക്കാൻ നമുക്കിനി അത് ആവശ്യമില്ല.
നമുക്കിനിയും കൂടിയ ചെസ്റ്റുകൾ വേണം. നമ്മുടെ കുട്ടിയെ രക്ഷിക്കാനുള്ള ആ ഗുഹ എത്തി. അവിടെ നമ്മുടെ വലിയ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റേഗൺ ഉപയോഗിച്ച് അപ്പോഴത്തെ വേറൊരു സംഭവം വന്ന് നമ്മളെ പുറയുന്ന കുത്തി അവനെ കൊല്ലാം. അവനെ തന്തൂരിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവന്മാരെ തന്തൂരിയാക്കാം. ഇവന്മാരെല്ലാം അയ്യോ. ഇപ്പം നമുക്ക് ലൈറ്റ് വെച്ച് ഇവനെ നശിപ്പിക്കാം. പിന്നെ ഓടിച്ചു വിടുന്ന അവൻ ഓടിപ്പോയി. അയ്യോ, അപ്പത്തേ വേറൊരുത്തം വന്ന് റേഗൺ ഉപയോഗിച്ച് നമുക്ക് അവനെ നമ്മൾ കൊണ്ടുണ്ട്. നമുക്കിനി ഇത് തിന്നാം. നമുക്ക് ബാക്കിയുള്ള ജീവികളെ കൊല്ലാം. ഇനിയും ഒരെണ്ണമുണ്ട്, അല്ല രണ്ടെണ്ണങ്ങളുണ്ട്. നമ്മുടെ റേഗൺ തീർന്നു. ബാക്കിയെല്ലാം കൊല്ലാക്കാം. നമുക്ക് താക്കോല് കിട്ടി. രണ്ടാമത്തെ കുട്ടിയെ രക്ഷിക്കാം. നമുക്ക് നല്ല ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ലക്കൊണ്ട് നല്ലതിൽ ഐറ്റം കിട്ടും. നമുക്ക് സ്ട്രോങ് ഫ്ലാഷ് കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. കുട്ടിയെ ചാക്കിനകത്തിട്ടേക്കാം. നമുക്ക് ഉടനെ ഫുഡ് വേണം. തൽക്കാലം നമുക്കിത് തിന്നാം. ഇത് മതി. നമുക്കിനി തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോകാം. ഏതോ ഒരുത്തൻ മരിച്ചിട്ടുണ്ട്. ഞാൻ പോയിരുന്നവനെ റിവൈവ് ചെയ്തിട്ട് വരട്ടെ. ഈ ഡേഞ്ചറസ് സ്ഥലമാണ്. നമ്മൾ ലാവ ബയോമിലാണ്. ഇവിടെ സൂക്ഷിച്ച് കിടക്കണം. ഇവിടെ എല്ലാം നമ്മളെ കൊല്ലാൻ പോവാണ്. കൊല്ലാം. തേളിനെ കൊണ്ടുണ്ട്. ഇവനെ രക്ഷിക്കാം. എന്തായാലും അവൻ്റെ വഴി ഒരു ചെസ്റ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലാവ ബ്ലൂ പ്രിന്റും കിട്ടി, വൈൽഡ് ഫ്ലവറും കിട്ടി. നമ്മുടെ ബേസിലൂടെ ചിലവന്മാർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അവന്മാരെ കൊല്ലാം. അവന്മാരൊക്കെ പുഷ്പം പോലെ കൊല്ലാം. എനിക്ക് ഭക്ഷണം വേണം. ഞാൻ എവിടെ പോയി തപ്പും. കുറച്ച് ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഇറച്ചി പോയി ചൂടാം. ഇത് തിന്നാം. കാശെല്ലാം കൊടുക്കാം. റൈഫിളിൻ്റെ ആമോ മാത്രം എടുക്കാം. അപ്പം നമ്മളെ എല്ലാ പട്ടിയും കടിച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കും.